ദിവസം ഒരു ഗ്ലാസ് മാത്രം. നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന 90% വിഷാംശവും പുറത്തേക്ക് പോകും. ഒരൊറ്റ ഗ്ലാസ് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നാം, അല്ലേ? എന്നാൽ പുരാതന കാലത്ത് നമ്മുടെ പൂർവീകർ, ഋഷിവര്യന്മാർ രോഗങ്ങളില്ലാതെ 100 വയസ്സുവരെ ആരോഗ്യത്തോടെ ജീവിച്ചതിൻ്റെ രഹസ്യം ഒരുപക്ഷേ ഈ ഒരൊറ്റ ഗ്ലാസിൽ ഒതുങ്ങിയിട്ടുണ്ടാവാം. ഇതൊരു അത്ഭുതമരുന്നിൻ്റെ കഥയല്ല, ഇതൊരു മാന്ത്രിക വിദ്യയുമല്ല. നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം, നമ്മുടെ ശീലങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു തിരിച്ചറിവിൻ്റെ കഥയാണ്. നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, അതിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഒരു പുരാതന രഹസ്യം ഇന്ന് നമ്മൾ ഒരുമിച്ച് കണ്ടെത്താൻ പോവുകയാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇത്രയധികം അസുഖങ്ങൾ വരുന്നത്? 30-40 വയസ്സാകുമ്പോഴേക്കും നമ്മളിൽ പലരും ക്ഷീണിതരാണ്. രാവിലെ എഴുന്നേൽക്കാൻ ഒരു ഉത്സാഹമില്ലായ്മ, എപ്പോഴും ഒരു തരം മന്ദത. ഗ്യാസ്, അസിഡിറ്റി, ദഹനക്കുറവ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. ചെറിയ കുട്ടികൾക്ക് പോലും ഇന്ന് മരുന്നുകൾ വേണം. അവരുടെ കണ്ണുകൾക്ക് താഴെ കറുപ്പു നിറം, മുഖത്തു വരുന്ന പാടുകൾ, അടിക്കടിയുള്ള ജലദോഷം, ചുമ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വിഷമുണ്ട്, നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ വിഷമുണ്ട്. അതിലുപരി നമ്മുടെ ചിന്തകളിൽ പോലും ഇന്ന് വിഷം കലർന്നിരിക്കുന്നു. സമ്മർദ്ദം, ദേഷ്യം, നിരാശ, ഇതെല്ലാം ശരീരത്തിൽ ഓരോ നിമിഷവും അഴുക്കു നിറയ്ക്കുകയാണ്. നമ്മുടെ അടുക്കളകൾ ഒരു ചെറിയ ഫാർമസി പോലെയായി മാറിയിരിക്കുന്നു. പനിക്കും തലവേദനയ്ക്കും ഗ്യാസിനും എല്ലാത്തിനും ഓരോ മരുന്ന്. എന്നാൽ നമ്മുടെ അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. അവർക്ക് ആശുപത്രികൾ ഒരുപാട് ദൂരെയായിരുന്നു. തൊടിയിൽ നിന്ന് പറിച്ചെടുത്ത ഇലകളും കാട്ടിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങുകളുമായിരുന്നു അവരുടെ വൈദ്യം. അവർക്ക് നമ്മളെപ്പോലെ എല്ലാ ദിവസവും ക്ഷീണം വന്നിരുന്നു. അവർക്ക് ഇത്രയധികം ദഹനപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? ഇല്ല. കാരണം അവർക്കറിയാമായിരുന്നു ശരീരത്തെ എങ്ങനെ ശുദ്ധമായി സൂക്ഷിക്കണമെന്ന്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണെന്നവർ വിശ്വസിച്ചു. അതിനുള്ള വഴികൾ വളരെ ലളിതമായിരുന്നു. പ്രകൃതിയോടിണങ്ങിയ ജീവിതം. അതിലൊരു വഴിയാണ് ഇന്ന് നമ്മൾ തേടിപ്പോകുന്നത്. ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച, എന്നാൽ പലരും മറന്നുപോയ ഒരു പുരാതന ശീലം. ഈ കഥ നടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപാണ്. വിജയ് എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പട്ടണത്തിലെ ഏറ്റവും വലിയ ധനികരിലൊരാളാണ്. പേരും പ്രശസ്തിയും പണവും ഒന്നിനുമൊരു കുറവുമില്ലായിരുന്നു. എന്നാൽ രാത്രിയിൽ അവൻ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം മുഴുവനൊരു തരം വേദനയും ഭാരവും. എന്തു കഴിച്ചാലും നെഞ്ചരിച്ചിലും പുളിച്ചു തികട്ടലും. മുഖം വിളറി, കണ്ണുകൾക്ക് താഴെ കറുപ്പു പടർന്നു. എപ്പോഴും ഒരു കാരണവുമില്ലാത്ത തലവേദന. ഒരുപാട് വലിയ ഡോക്ടർമാരെ അവൻ കണ്ടു. വിലകൂടിയ മരുന്നുകൾ കഴിച്ചു. എല്ലാ റിപ്പോർട്ടുകളിലും അവന് കാര്യമായ ഒരു കുഴപ്പവുമില്ല. പക്ഷേ അവൻ അനുഭവിച്ചിരുന്ന വേദനയും പ്രയാസവും അവനു മാത്രം അറിയാമായിരുന്നു. അവൻ്റെ ശരീരം അവനോട് എന്തോ പറയാൻ ശ്രമിക്കുന്നതുപോലെ. അങ്ങനെയിരിക്കെയാണ് അവൻ ഹിമാലയത്തിൻ്റെ താഴ്വാരയിൽ താമസിക്കുന്ന ഒരു ഗുരുവിനെക്കുറിച്ച് കേൾക്കുന്നത്. പ്രകൃതിയെ അറിഞ്ഞ, മനുഷ്യ ശരീരത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയ ഒരു മഹാത്മാവ്. അവസാനത്തെ ഒരു ശ്രമമെന്ന നിലയിൽ വിജയ് ആ ഗുരുവിനെ കാണാൻ യാത്ര തിരിച്ചു. ദിവസങ്ങൾ നീണ്ട യാത്ര. പട്ടണത്തിൻ്റെ തിരക്കും ബഹളവും പിന്നിട്ട് അവൻ ഗ്രാമങ്ങളിലെത്തി. അവിടെ നിന്ന് കാട്ടിൻ്റെ വന്യമായ സൗന്ദര്യത്തിലേക്ക്. അവസാനം ഒരു പുഴയുടെ തീരത്ത് ശാന്തമായ ആ ആശ്രമത്തിൽ അവനെത്തി. ഒരു വലിയ ആൽമരച്ചുവട്ടിൽ കണ്ണുകളടച്ച് ധ്യാനിച്ചിരിക്കുകയായിരുന്നു ആ ഗുരു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് സൂര്യൻ ഉദിച്ചതുപോലെ ഒരു പ്രകാശമുണ്ടായിരുന്നു. ചുണ്ടിലൊരു പുഞ്ചിരി. ഗുരു കണ്ണു തുറന്നതും വിജയ് ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. അവൻ തെങ്ങിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, വിജയ് വേദനയോടെ ഇടറിയ ശബ്ദത്തിൽ, ഗുരുദേവ, എന്റെ ശരീരത്തിൽ എന്താണ് നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പണവും പ്രശസ്തിയും ഉണ്ടായിട്ടും എനിക്കൊരു നിമിഷം പോലും സമാധാനമില്ല. ഈ ശരീരം ഒരു ഭാരമായി തോന്നുന്നു. ഉള്ളിലെന്തോ അഴുക്ക് കെട്ടിക്കിടക്കുന്നതുപോലെ.
എനിക്കെന്നെത്തന്നെ നഷ്ടപ്പെടുന്നു. ഗുരു അവനെ സ്നേഹത്തോടെ എഴുന്നേൽപ്പിച്ചു. അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ ഒരച്ഛന്റെ വാത്സല്യമുണ്ടായിരുന്നു. ഗുരു ശാന്തമായ ശബ്ദത്തിൽ, "മകനെ, വിഷമിക്കണ്ട. നിന്റെ ശരീരത്തിന് ഒരു കുഴപ്പവുമില്ല. അത് അതിന്റെ ധർമ്മം ചെയ്യുന്നുണ്ട്. പക്ഷേ നീ അതിനെ ശ്രദ്ധിച്ചില്ല. ഈ ശരീരം ഒരു ക്ഷേത്രം പോലെയാണ്. അതിനെ ശുദ്ധമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ ദിവസവും വീടും പരിസരവും വൃത്തിയാക്കാറില്ലേ? അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗവും വൃത്തിയാക്കണം." വിജയ് അത്ഭുതത്തോടെ ഗുരുവിനെ നോക്കി. "വിജയ്, ശരീരത്തിന്റെ ഉള്ളെങ്ങനെയാണ് ഗുരുവെ വൃത്തിയാക്കുക?" ഗുരു പുഞ്ചിരിച്ചു. "നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ മാലിന്യങ്ങൾ, നമ്മൾ ശ്വസിക്കുന്ന വിഷവായു, നമ്മുടെ മനസ്സിലെ ദുഷിച്ച ചിന്തകൾ, ഇതെല്ലാം ശരീരത്തിൽ ഒരു തരം ചെളി പോലെ അടിഞ്ഞുകൂടും. അതിനെയാണ് വിഷം എന്നു പറയുന്നത്. ഈ വിഷം ശരീരത്തിൽ കെട്ടിക്കിടക്കുമ്പോഴാണ് ദഹനക്കേടും ക്ഷീണവും വേദനകളും ചർമ്മത്തിലെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്." പഴയ തലമുറയിലെ ആളുകൾക്ക് ഈ രഹസ്യം അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ രോഗങ്ങൾ വരും മുൻപേ ശരീരത്തെ ശുദ്ധീകരിച്ചു. അവർ അതിനായി കാടുകളിൽ അലഞ്ഞു നടക്കുകയോ വലിയ വില കൊടുത്ത് മരുന്നുകൾ വാങ്ങുകയോ ചെയ്തില്ല. അവരുടെ അടുക്കളയിൽ തന്നെ അതിനുള്ള വഴികളുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ അവർ ഒരൊറ്റ കാര്യം മാത്രം ചെയ്തു. അത് അവരുടെ ശരീരത്തെ ഒരു കണ്ണാടി പോലെ ശുദ്ധമാക്കി. ഒരു പുഴ പോലെ ഒഴുകുന്ന ഊർജം അവർക്കു നൽകി. വിജയ്യുടെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു. അവന്റെ ഹൃദയം ശക്തിയായി ഇടിച്ചു. എന്തായിരിക്കും ആ രഹസ്യം? എന്തായിരിക്കും ആ ലളിതമായ വഴി? അവൻ ശ്വാസമടക്കിപ്പിടിച്ച് ഗുരുവിന്റെ വാക്കുകൾക്കായി കാതോർത്തു. ഗുരു വിജയ്യുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ വർഷങ്ങളായി താൻ അനുഭവിക്കുന്ന വേദനയുടെയും ഇപ്പോൾ കിട്ടാൻ പോകുന്ന ഉത്തരത്തിനായുള്ള ദാഹത്തിന്റെയും പ്രതിഫലനം ഗുരു കണ്ടു. ഗുരു മെല്ലെ, ഓരോ വാക്കും മനസ്സിൽ പതിയുന്ന രീതിയിൽ, "മകനെ, തിടുക്കം കൂട്ടരുത്. പ്രകൃതിയിൽ ഒന്നും തിടുക്കത്തിൽ സംഭവിക്കുന്നില്ല. ഒരു വിത്ത് മണ്ണിൽ കിടന്നു മുളപൊട്ടാൻ സമയമെടുക്കും. ഒരു മൊട്ട് വിരിഞ്ഞു പൂവാകാനും ദിവസങ്ങൾ വേണം. അതുപോലെ നമ്മുടെ ശരീരത്തെ മനസ്സിലാക്കാനും അതിനെ സ്നേഹിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒരു ദിവസം കൊണ്ട് വന്നതല്ല. വർഷങ്ങളായി നീ നിന്റെ ശരീരത്തിന് നൽകാത്ത ശ്രദ്ധയുടെ ഫലമാണത്." ഗുരു എഴുന്നേറ്റ് ആശ്രമത്തിലെ അടുക്കളപ്പുരയിലേക്ക് നടന്നു. വിജയ് ഒരു നിഴലെന്നുപോലെ അദ്ദേഹത്തെ പിന്തുടർന്നു. അത് ഒരു വലിയ അടുക്കളയായിരുന്നില്ല. മൺകലങ്ങളും ചിരട്ടത്തവികളും മരപാത്രങ്ങളും മാത്രം. അവിടെയാകെ ഒരു പ്രത്യേക സുഗന്ധം തങ്ങിനിന്നിരുന്നു. ഉണങ്ങിയ മല്ലിയുടെയും ജീരകത്തിന്റെയും ചുക്കിന്റെയും. ഗുരു ഒരു മൺകലമെടുത്ത് അതിൽ ശുദ്ധമായ വെള്ളം നിറച്ചു. എന്നിട്ട് ചെറിയൊരു മരപ്പെട്ടി തുറന്നു. അതിൽ പലതരം സുഗന്ധവ്യഞ്ജനങ്ങൾ. "നോക്കൂ മകനെ, നിന്റെ ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ള അമൃത് ഈ പെട്ടിയിലുണ്ട്." വിജയ് സംശയത്തോടെ ആ പെട്ടിയിലേക്ക് നോക്കി. അതിൽ ചെറുജീരകം, മല്ലി, അയമോദകം, ഉലുവ, അവന്റെ വീട്ടിലെ അടുക്കളയിലും എല്ലാ ദിവസവും കാണുന്ന സാധനങ്ങൾ. അവന്റെ മുഖത്ത് നിരാശ പടരുന്നത് ഗുരു ശ്രദ്ധിച്ചു. വിജയ് വിനയത്തോടെ, "ഗുരുവേ, ക്ഷമിക്കണം. ഇതൊക്കെ ഞങ്ങളുടെയെല്ലാം വീടുകളിലുള്ളതാണല്ലോ. ഇതുകൊണ്ടാണോ എന്റെ മാറാരോഗങ്ങൾ ഭേദമാവുക?" ഗുരു സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ലോകത്തുള്ള എല്ലാ അറിവും ഒതുങ്ങിയതുപോലെ വിജയ്ക്ക് തോന്നി. "ഗുരു, അതേ മകനെ, ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളും ഏറ്റവും ശക്തിവാய்ந்த ഔഷധങ്ങളും എപ്പോഴും നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാകും.
വളരെ ലളിതമായതുകൊണ്ട് നമ്മളതിനെ കാണാതെ പോകുന്നു. സ്വർണം തേടി നമ്മൾ ഒരുപാട് ദൂരം അലയും. പക്ഷേ നമ്മുടെ കാൽക്കീഴിൽ കിടക്കുന്ന രത്നത്തെ നമ്മൾ ചവിട്ടി മെതിച്ചു പോകും. അതുപോലെയാണിതും. ഗുരു ആ പെട്ടിയിൽ നിന്നും ഒരു നുള്ള് ചെറുജീരകമെടുത്തു. എന്നിട്ട് ആ വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ വച്ചു. അതെ, ആ രഹസ്യം അതായിരുന്നു. നമ്മൾ ദിവസവും കറികളിൽ ഉപയോഗിക്കുന്ന, എന്നാൽ അതിന്റെ യഥാർത്ഥ ശക്തി അറിയാതെ പോകുന്ന ആ സാധാരണ ചേരുവകൾ ചേർത്ത ഒരു ഗ്ലാസ് ചൂടുവെള്ളം. മല്ലിവെള്ളം, ജീരകവെള്ളം, അയമോദകവെള്ളം, ഉലുവാവെള്ളം. പേരുകൾ പലതാവാം, എന്നാൽ തത്വം ഒന്നുതന്നെ. ശരീരത്തെ ശുദ്ധീകരിക്കുന്ന, വിഷത്തെ പുറന്തള്ളുന്ന ഇളം ചൂടുള്ള പാനീയം. വെള്ളം തിളച്ചപ്പോൾ നല്ല ജീരകത്തിന്റെ സുഗന്ധം ആ മുറിയിലാകെ നിറഞ്ഞു. ഗുരു അത് മറ്റൊരു മൺപാത്രത്തിലേക്ക് പകർത്തി. അതിന്റെ ചൂടൽപ്പം കുറയാൻ കാത്തിരുന്നു. എന്നിട്ടാ പാത്രം വിജയിയുടെ നേർക്ക് നീട്ടി. ഗുരു ദൃഢമായി, മകനേ, ദിവസവും ആഹാരത്തിനു മുമ്പ് ഒരു ഗ്ലാസ്, അല്ലെങ്കിൽ രാവിലെ ഉറക്കമുണർന്ന ഉടൻ വെറും വയറ്റിൽ ഒരു ഗ്ലാസ്, അത്ര മതി. നിന്റെ ശരീരത്തിലെ ഓരോ അണുവും നിനക്ക് നന്ദി പറയും. വിജയ് ആ പാത്രം 2 കൈകൊണ്ടും വാങ്ങി. അതൊരു സാധാരണ വെള്ളമായിരുന്നില്ല. തന്റെ ജീവിതം മാറ്റാൻ പോകുന്ന അമൃതായി അവനത് തോന്നി. അവൻ ആദ്യമായി ആ വെള്ളം കുടിച്ചു. അതിന്റെ ഇളം ചൂട് തൊണ്ടയിലൂടെ താഴേക്ക് പോകുമ്പോൾ വർഷങ്ങളായി തണുത്തുറഞ്ഞുകിടന്ന എന്തോ ഒന്ന് ഉള്ളിൽ ഉരുകാൻ തുടങ്ങുന്നതുപോലെ അവൻ അനുഭവപ്പെട്ടു. വിജയ് അത്ഭുതത്തോടെ, ഗുരുവേ, ഇതൊരു സാധാരണ വെള്ളം പോലെ തോന്നുന്നില്ല. എന്താണിതിന്റെ രഹസ്യം? ഗുരു വിശദീകരിച്ചു. ഇതിന്റെ രഹസ്യം ഇതിന്റെ ലാളിത്യമാണ്. ചൂടുവെള്ളം തന്നെ ശരീരത്തിന് ഒരു വലിയ ഔഷധമാണ്. അത് ശരീരത്തിലെ മാലിന്യങ്ങളെ അലിയിക്കാൻ സഹായിക്കും. അതിലേക്ക് നമ്മൾ ഒരു നുള്ള് ജീരകമോ മല്ലിയോ ചേർക്കുമ്പോൾ അതിന്റെ ശക്തി 10 മടങ്ങാകുന്നു. ഈ വെള്ളം ആദ്യം ചെയ്യുന്നത് നിന്റെ ഉള്ളിലെ ജഠരാഗ്നിയെ ഉണർത്തുക എന്നതാണ്. വർഷങ്ങളായി എണ്ണയും കൊഴുപ്പും നിറഞ്ഞ ഭക്ഷണം കഴിച്ച് ആ അഗ്നി കെട്ടുപോയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നിനക്ക് ദഹനക്കുറവും ഗ്യാസും അനുഭവപ്പെട്ടത്. ഈ വെള്ളം ആ അഗ്നിയെ വീണ്ടും ജ്വലിപ്പിക്കും. രണ്ടാമതായി, ഇത് നിന്റെ കുടലിനെ ശുദ്ധീകരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കുടലിന്റെ ഭിത്തികളിൽ പറ്റിപ്പിടിച്ചിരിക്കും. വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് ചീഞ്ഞളിഞ്ഞ് വിഷമായി മാറും. ഈ വിഷമാണ് രക്തത്തിൽ കലരുന്നത്. ആ വിഷം രക്തത്തിലൂടെ തലച്ചോറിലെത്തുമ്പോൾ തലവേദനയായും, ത്വക്കിലെത്തുമ്പോൾ ചൊറിച്ചിലും പാടുകളായും, സന്ധികളിലെത്തുമ്പോൾ വേദനയായും മാറുന്നത്. ഈ ചൂടുവെള്ളം ഒരു ചൂലുപോലെയാണ്. അത് കുടലിന്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പഴയ മാലിന്യങ്ങളെ മൃദുവായി ഇളക്കി പുറന്തള്ളും. ശരീരത്തിൽ അനാവശ്യമായി കെട്ടിക്കിടക്കുന്ന നീരിനെ ഇതില്ലാതാക്കും. അതോടെ നിന്റെ ശരീരത്തിന്റെ ഭാരം കുറയുന്നതുപോലെ തോന്നും. കാലുകൾക്കും കൈകൾക്കുമുണ്ടായിരുന്ന മരവിപ്പും കഴപ്പും മെല്ലെ മെല്ലെ കുറയും. രക്തം ശുദ്ധമാകുമ്പോൾ എന്ത് സംഭവിക്കും? നിന്റെ മുഖത്തിന് സ്വാഭാവികമായ ഒരു തിളക്കം വരും. കണ്ണുകൾക്കൊരു പുതിയ പ്രകാശം കൈവരും. ക്ഷീണമകന്ന് ശരീരത്തിന് നല്ല ഊർജം തോന്നും. ഗുരു വിജയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, മകനെ, രോഗമെന്നത് ശരീരത്തിൽ അഴുക്ക് കൂടുമ്പോഴുള്ള ഒരവസ്ഥ മാത്രമാണ്. അഴുക്ക് കളഞ്ഞാൽ രോഗവും പോകും. ഈ ഒറ്റ ഗ്ലാസ് വെള്ളം അത് നിന്റെ ശരീരത്തിലെ അഴുക്കിനെ ദിവസവും കഴുകിക്കളയും. ഇതിനപ്പുറം ഒരത്ഭുതവും നീ തേടേണ്ടതില്ല. വിജയ് ഗുരുവിന്റെ വാക്കുകൾ കേട്ട് നിശ്ചലനായി നിന്നു. വർഷങ്ങളായി താൻ ചുമന്നുകൊണ്ടിരുന്ന ഭാരമെല്ലാം ആ നിമിഷം ഇല്ലാതായതുപോലെ, താൻ തേടി നടന്ന ഉത്തരം, താൻ പേടിച്ചിരുന്ന രോഗങ്ങൾക്കുള്ള മരുന്ന്, അത് തന്റെ കൺമുന്നിൽ അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നെന്ന തിരിച്ചറിവ് അവനെ അത്ഭുതപ്പെടുത്തി. ഗുരു തുടർന്നു, ആ ശബ്ദത്തിൽ പ്രകൃതിയുടെ താളമുണ്ടായിരുന്നു. മകനെ, എന്തുകൊണ്ടാണ് രാവിലെ തന്നെ ഇത് കുടിക്കണമെന്ന് പറയുന്നതെന്നറിയാമോ? രാത്രി മുഴുവൻ നമ്മുടെ ശരീരം ഒരു വലിയ ശുദ്ധീകരണ പ്രക്രിയയിലാണ്. നമ്മൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഓരോ കോശവും അതിലെ മാലിന്യങ്ങളെ പുറന്തള്ളാൻ തയ്യാറെടുക്കുന്നു. ആന്തരികാവയവങ്ങൾ സ്വയം വിശ്രമിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ രാത്രി മുഴുവൻ ശേഖരിച്ചുവച്ച ആ വിഷാംശങ്ങളെ രാവിലെ ഉറക്കമുണർന്ന് വെറും വയറ്റിൽ
ഈ ഇളം ചൂടുള്ള വെള്ളം കിടിക്കുമ്പോൾ അത് പൂർണ്ണമായി ഒഴുക്കിക്കളയുന്നു. സങ്കൽപ്പിച്ചു നോക്കൂ, ഒരു മുറ്റം രാത്രി മുഴുവൻ അടിച്ചുവാരി മാലിന്യങ്ങളെല്ലാം ഒരു മൂലയ്ക്ക് കൂട്ടിവച്ചിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ആ മാലിന്യം കോരി പുറത്തു കളഞ്ഞാൽ മുറ്റം എത്ര വൃത്തിയാകും? അതുപോലെയാണിതും. ഈയൊരു ഗ്ലാസ് വെള്ളം ആ ജോലി കൃത്യമായി ചെയ്യും. ഗുരുവിന്റെ വാക്കുകൾ വിജയുടെ ഹൃദയത്തിൽ പെയ്തിറങ്ങുകയായിരുന്നു. ഓരോ വാക്കും അവർ ഒരു പുതിയ അറിവായിരുന്നു. വിജയ് സംശയത്തോടെ, ഗുരുവേ, ഈ മാലിന്യങ്ങൾ എങ്ങനെയാണ് പുറത്തു പോകുന്നത്? ഗുരു പുഞ്ചിരിയോടെ, നല്ല ചോദ്യം. ശരീരം വളരെ ബുദ്ധിയുള്ള ഒരു യന്ത്രമാണ്. അതിനറിയാം എന്തു ചെയ്യണമെന്ന്. ഈ മാലിന്യങ്ങൾ പല രൂപത്തിലാണ് പുറത്തുപോകുന്നത്. പ്രധാനമായും നിന്റെ മൂത്രത്തിലൂടെ. അതുകൊണ്ടാണ് ഈ വെള്ളം കുടിച്ചു തുടങ്ങുമ്പോൾ മൂത്രത്തിന്റെ അളവ് കൂടുന്നതും ചിലപ്പോൾ അതിന്റെ നിറം മാറുന്നതും. ശരീരം വിഷത്തെ പുറന്തള്ളുകയാണ് എന്നതിന്റെ ലക്ഷണമാണത്. രണ്ടാമതായി, വിയർപ്പിലൂടെ. ശരീരത്തിലെ സൂക്ഷ്മമായ സുഷിരങ്ങളിലൂടെ അഴുക്ക് പുറത്തുപോകും. അതുകൊണ്ടാണ് വ്യായാമം ചെയ്യുമ്പോൾ വിയർക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. അതുപോലെ നിന്റെ ഓരോ ശ്വാസത്തിലൂടെയും ശരീരത്തിലെ വിഷാംശം പുറത്തുപോകുന്നുണ്ട്. നീ ചെയ്യേണ്ടതൊന്നു മാത്രം, ഈ പ്രക്രിയയെ സഹായിക്കുക. അതിനുള്ള ഏറ്റവും ലളിതമായ വഴിയാണീ പാനീയം. ശരീരം ഒരു പുഴ പോലെയാവണം മകനെ. എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളം എപ്പോഴും അഴുകി ദുർഗന്ധം വമിക്കും. അതുപോലെയാണ് ശരീരവും. ദിവസവുമുള്ള ഈ ഒരു ഗ്ലാസ് നിന്റെ ശരീരത്തിലെ ആന്തരികമായ ഒഴുക്കിനെ നിലനിർത്തും. ഓർക്കുക, ശരീരത്തിൽ അഴുക്കില്ലെങ്കിൽ രോഗമുണ്ടാകില്ല. മനസ്സിൽ അഴുക്കില്ലെങ്കിൽ ദുഃഖവുമുണ്ടാകില്ല. ആ വാക്കുകൾ ഒരു മന്ത്രം പോലെ വിജയുടെ കാതുകളിൽ മുഴങ്ങി. വിജയ് ഗുരുവിന്റെ വാക്കുകൾ ഹൃദയത്തിലേറ്റുവാങ്ങി. അവൻ അന്നുമുതൽ ആ ശീലം തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ അവന് കാര്യമായ മാറ്റങ്ങളൊന്നും തോന്നിയില്ല. എന്നാൽ അവൻ ക്ഷമയോടെ കാത്തിരുന്നു. ഗുരു പറഞ്ഞതുപോലെ പ്രകൃതിയിലൊന്നും തിടുക്കത്തിൽ സംഭവിക്കില്ലല്ലോ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു. രാവിലെ അലാറം അടിക്കുന്നതിനു മുൻപേ അവൻ ഉണരാൻ തുടങ്ങി. മുൻപുണ്ടായിരുന്നതുപോലെ ശരീരത്തിനൊരു ഭാരമില്ല, ഒരു പുതിയ ഉന്മേഷം. ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ടും രാത്രിയിൽ അവന് ക്ഷീണം തോന്നിയില്ല. അവന്റെ ദഹനപ്രശ്നങ്ങൾ എവിടെയോ പോയി മറഞ്ഞിരുന്നു. നെഞ്ചിരിച്ചലോ പുളിച്ചുതികട്ടലോ ഇല്ല. കഴിക്കുന്ന ആഹാരം ശരീരത്തിന് പിടിക്കുന്നതായി അവന് തോന്നിത്തുടങ്ങി. വയറെപ്പോഴും ശാന്തമായിരിക്കുന്നതുപോലെ. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ കണ്ണാടിയിൽ നോക്കി സ്വയം ഞെട്ടി. കണ്ണുകൾക്ക് താഴെയുണ്ടായിരുന്ന കറുത്ത പാടുകൾ മാഞ്ഞിരിക്കുന്നു. വിളറി വെളുത്ത മുഖത്തിനു പകരം ഒരാരോഗ്യകരമായ ചുവപ്പു രാശി പടർന്നിരിക്കുന്നു. മുഖക്കുരുവും പാടുകളും കുറഞ്ഞ് ചർമ്മത്തിനൊരു സ്വാഭാവിക തിളക്കം വന്നിരിക്കുന്നു. എന്നാൽ ഏറ്റവും വലിയ മാറ്റം അവന്റെ ഉള്ളിലായിരുന്നു. അനാവശ്യമായ ദേഷ്യവും നിരാശയും ഉത്കണ്ഠയും അവനെ വിട്ടുപോയി. ഒരു തെളിഞ്ഞ ആകാശം പോലെ അവന്റെ മനസ്സ് ശാന്തമായി. രാത്രിയിൽ തലയണയിൽ തലവെച്ചാൽ 1000 ചിന്തകൾ വന്ന് അവനെ ശല്യപ്പെടുത്തിയില്ല. അവനറിയാതെ തന്നെ ഗാഢമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മാസങ്ങൾക്ക് ശേഷം വിജയ് വീണ്ടും ഗുരുവിനെ കാണാൻ ചെന്നു. ഇത്തവണ അവന്റെ മുഖത്ത് കണ്ണീരായിരുന്നില്ല, മറിച്ച് ലോകം കീഴടക്കിയ ഒരു യോദ്ധാവിന്റെ പുഞ്ചിരിയായിരുന്നു. അവൻ ഗുരുവിന്റെ കാൽക്കൽ തൊട്ട് വന്ദിച്ചപ്പോൾ അവന്റെ കണ്ണുകളിൽ നന്ദി നിറഞ്ഞിരുന്നു. ഗുരു അവനെ സ്നേഹത്തോടെ എഴുന്നേൽപ്പിച്ചു. അവന്റെ മാറ്റം ആ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. ഗുരു പുഞ്ചിരിയോടെ പറഞ്ഞു, മകനെ, ഈ മാറ്റം കൊണ്ടുവന്നത് ഞാനല്ല, നിന്റെ അടുക്കളയിലെ ജീരകവുമല്ല, നിന്നിൽ തന്നെയുണ്ടായിരുന്ന, നീ മറന്നുപോയ നിന്റെ ശരീരത്തിന്റെ ശക്തിയാണ്. നീ നിന്റെ ശരീരത്തെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അത് നിന്നെയും തിരിച്ചു സ്നേഹിക്കാൻ തുടങ്ങി. അത്രമാത്രം. ഇതാണ് ആ പുരാതന രഹസ്യം. ഇത് ജീരകവെള്ളത്തെക്കുറിച്ചോ മല്ലിവെള്ളത്തെക്കുറിച്ചോ മാത്രമല്ല, നമ്മുടെ ശരീരത്തെ കേൾക്കാനും അതിന് സ്നേഹിക്കാനും അതിന് ശുദ്ധീകരിക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദിവസം
ഒരു ഗ്ലാസ് മാത്രം. അത് നിങ്ങളുടെ ശരീരത്തിലെ വിഷാംശത്തെ മാത്രമല്ല, മനസ്സിലെ വിഷാദത്തെയും കഴുകിക്കളയും. ഇത് പരീക്ഷിച്ചു നോക്കാൻ നിങ്ങൾക്ക് വില കൂടിയ ഒന്നും വാങ്ങേണ്ടതില്ല. നിങ്ങളുടെ അടുക്കളയിലേക്ക് ഒന്ന് പോയാൽ മതി. ഒരു നുള്ളു ജീരകമോ മല്ലിയോ ഉലുവയോ അയമോദകമോ, നിങ്ങളുടെ ശരീരത്തിന് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ രാത്രി ഇട്ടുവച്ച് രാവിലെ അത് തിളപ്പിച്ച് ഇളം ചൂടോടെ കുടിക്കാം. അല്ലെങ്കിൽ രാവിലെ അപ്പപ്പോൾ തിളപ്പിച്ചും കുടിക്കാം. ഒരാഴ്ച, വെറും ഒരാഴ്ച ഇതൊന്ന് ശീലമാക്കി നോക്കൂ. നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിച്ചറിയൂ. ആ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പകർന്നു നൽകൂ. കാരണം ആരോഗ്യമുള്ള ഒരു ശരീരവും ശാന്തമായൊരു മനസ്സുമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. ദിവസം ഒരു ഗ്ലാസ് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റും. നന്ദി.